ഓക്കെ, സോ ഐഫോൺ 15 Pro Max ഇതാ ഇന്നലെ അൺബോക്സ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ 4 മാസത്തിന് ശേഷം ഐഫോൺ 16 സീരീസ് വരാൻ പോവുകയാണ്. സോ ഈ ഐഫോൺ 16 സീരീസിനെ കുറിച്ച് പല ഇൻട്രസ്റ്റിംഗ് ലീക്സ് ആൻഡ് റൂമേഴ്സ് വന്നിട്ടുണ്ട്. കൺഫേംഡ് ലീക്സ് എന്നൊക്കെ പറയാൻ പറ്റും. അത് അവൈലബിൾ ആണ്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. കഴിഞ്ഞ വർഷം വന്നതുപോലെ ഇത്തവണയും 4 മോഡൽസ് ഉണ്ടാവും. 16, 16 Plus, 16 Pro ആൻഡ് 16 Pro Max. 16 Pro ആൻഡ് Pro Maxന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അതേ ബോക്സ് ഡിസൈനിലാണ് വരാൻ പോകുന്നത്. സെയിം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും. എന്നാൽ നോൺ പ്രോ വേരിയന്റ് ഉണ്ടല്ലോ, 16 ആൻഡ് 16 Plus, ഈ രണ്ട് മോഡൽസിന്റെ ക്യാമറ മോഡലിൽ വ്യത്യാസം വരാൻ പോവുകയാണ്. സോ 15ന്റെ കണ്ടില്ലേ, 15ന്റെ ക്യാമറ മോഡൽ ഒരു സ്ക്വയർ ക്യാമറ മോഡലായിരുന്നു. അതിന്റെ അകത്ത് 2 ലെൻസസ് ഇങ്ങനെ ഡയഗണലി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഇത്തവണ ആ ഡയഗണൽ സാധനം എടുത്ത് മാറ്റിയിട്ട് അതിനെ ആപ്പിൾ ഇങ്ങനെ നേരെ വെർട്ടിക്കൽ ആക്കാൻ പോവുകയാണ്. ഐഫോൺ 12 ഓർമ്മ ഉണ്ടല്ലോ, ആ സെയിം വെർട്ടിക്കൽ ക്യാമറ മോഡലാണ് വരാൻ പോകുന്നത്. പക്ഷേ ഐഫോൺ 12ലും ആ ഒരു സ്ക്വയർ മോഡൽ ഉണ്ടായിരുന്നു. ഫ്ലാഷ് അതിന്റെ ഉള്ളിലായിരുന്നു. പക്ഷേ ഇത്തവണ ആ മോഡൽ ചെറുതാക്കിയിട്ട് ഫ്ലാഷ് ഈ മോഡലിന് പുറത്താണ് വരുന്നത്. സോ ഈ ഡയഗണൽ ക്യാമറ ലേഔട്ട് എടുത്ത് മാറ്റിയിട്ട് എന്തുകൊണ്ട് വെർട്ടിക്കൽ ആക്കി എന്ന് ചോദിച്ചാൽ, ഈ മെയിൻ ക്യാമറയും അൾട്രാവൈഡ് ക്യാമറ ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് സ്പേഷ്യൽ വീഡിയോ എടുക്കാനുള്ള ഫീച്ചർ ആപ്പിൾ തരുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വിഷൻ പ്രോയിൽ ഇട്ട് കാണാൻ വേണ്ടിയുള്ള സ്പേഷ്യൽ വീഡിയോസ് നമുക്ക് ഈ ഐഫോൺ 12 വെച്ച് എടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഈ വിഷൻ പ്രോയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. സോ ആ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 16 Pro ആൻഡ് 16 Pro Maxന്റെ ക്യാമറ മോഡൽ ഉണ്ടല്ലോ, അത് മിക്കവാറും എക്സാക്ട്ലി സെയിം ആ ഒരു ലേഔട്ട് ഒക്കെ ആയിരിക്കും. എന്നാൽ ചില ഇൻട്രസ്റ്റിംഗ് ലീക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഒരു ഫിഡ്ജറ്റ് സ്പിന്നറുടെ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡൽ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലീക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് നേരെ വെർട്ടിക്കൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലേഔട്ട് വരുമെന്ന്. കാരണം ശരിക്കും സാംസങ്ങിന്റെ ഒരു ലേഔട്ട് പോലെ തന്നെയുണ്ട്. സാംസങ്ങിന്റെ അറിയാലോ, ഒരു ട്രേഡ് മാർക്ക് ക്യാമറ ലേഔട്ട് ആണ് സാംസങ്ങിന്റെ. സോ എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ ആ ഒരു ലേഔട്ട് കൊണ്ടുവരുമെന്ന്. കഴിഞ്ഞ വർഷമാണ് ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ടൈറ്റേനിയം ഫ്രെയിം കൊണ്ടുവന്നത്. അതായത് നോൺ പ്രോയിലായിരുന്നു, പക്ഷേ 15 പ്രോയിലും 15 Pro Maxലും ടൈറ്റേനിയം ഫ്രെയിം ഉണ്ടായിരുന്നു. ഒരു ബ്രഷ്ഡ് ഫിനിഷ് ആയിരുന്നു ആ ഒരു ടൈറ്റേനിയം ഫ്രെയിമിൽ. അതുണ്ടായിട്ടും അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ഈ അഴുക്കും സ്മഡ്ജസ് ഒക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ബ്ലൂ ടൈറ്റേനിയം വേരിയന്റിൽ. ആക്ച്വലി ഐഫോൺ 15ലും 15 Plusലും നല്ലൊരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു അലൂമിനിയം ഫ്രെയിം ആയിരുന്നു. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ആക്ച്വലി കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആസ് പെർ ലീക്സ് ആൻഡ് റൂമേഴ്സ് 16 പ്രോയിലും Pro Maxലും വരാൻ പോകുന്ന ഫ്രെയിം ടൈറ്റാനിയം ഫ്രെയിം ആണ്. പക്ഷെ നമ്മുടെ പഴയ ആ ഒരു സ്റ്റീൽ ഫ്രെയിം ഓർമ്മയുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം, നല്ല ഗ്ലോസി പോളിഷ്ഡ് ഫിനിഷ്. എക്സാക്ട്ലി ആ ഒരു ഫിനിഷ് ഉള്ള ടൈറ്റാനിയം ഫ്രെയിം ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. സോ ആ ഒരു സ്മഡ്ജസും അഴുക്കൊക്കെ നല്ലോണം കാണാൻ പറ്റും. നോൺ പ്രോ വേരിയൻസ്, അതായത് ഐഫോൺ 16 ആണെങ്കിലും 16 Plus ആണെങ്കിലും രണ്ടിലും ആ പഴയ അലൂമിനിയം ഫ്രെയിം തന്നെയാണ് വരാൻ പോകുന്നത്. ടൈറ്റാനിയം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പുതിയ കളർ ഓപ്ഷൻസ് ഉണ്ടാവും. പ്രോ ആണെങ്കിലും നോൺ പ്രോ ആണെങ്കിലും പുതിയ കളർ ഓപ്ഷൻസ് ഉണ്ടാവും. നോൺ പ്രോയുടെ അറിയാലോ, ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ, ലൈറ്റ് യെല്ലോ, ലൈറ്റ് പിങ്ക്, അങ്ങനത്തെ കുറേ ലൈറ്റ് കളേഴ്സ്, അതായത് ഇങ്ങനെ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബ്ലൂ വൈറ്റ് പോലെയാണ് ഇരുന്നത്. സോ ഇത്തവണ ഇനിയും ലൈറ്റ് ആക്കുമോ അതോ വീണ്ടും ഡാർക്ക് ആക്കുമോ അറിയില്ല. പക്ഷെ എന്തായാലും പുതിയ കളർ ഓപ്ഷൻസ് കാണും. 16 പ്രോയിലും Pro Maxലും ആ ഒരു നാച്ചുറൽ ടൈറ്റേനിയം ആൻഡ് ബ്ലൂ ടൈറ്റേനിയം ഉണ്ടല്ലോ, ഈ രണ്ടും എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ ഒരു റോസ് ഗോൾഡ് ഓപ്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്പേസ് ബ്ലാക്ക്, കുറച്ച് ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഈ ടൈറ്റാനിയം ഫ്രെയിം പോലെ തന്നെ കഴിഞ്ഞ വർഷം ആപ്പിൾ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ആക്ഷൻ ബട്ടൺ. കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും മിക്ക എല്ലാവരും അത് മ്യൂട്ട് ബട്ടൺ പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത്തവണയെങ്കിലും, അതായത് വരാൻ പോകുന്ന iOS 18 ഉണ്ടല്ലോ, അതിലെങ്കിലും ഈ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഓപ്ഷൻ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുമായിരിക്കും, നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ, ഗുഡ് ന്യൂസ് ആണ്. അതായത് ഈ ഒരു ആക്ഷൻ ബട്ടൺ ഈ വർഷം നോൺ പ്രോ വേരിയൻസ് ആയ ഐഫോൺ 16ലും 16 Plusലും ഉണ്ടാവും. സോ എല്ലാവർക്കും ആഘോഷിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ എന്ന് പറയാൻ പറ്റൂല, ഒരു കപ്പാസിറ്റീവ് ടച്ച് ഒരു പോർഷൻ ഉണ്ടാവും. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോൺസിൽ വരുന്ന സംഭവമില്ല, ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, അതുപോലത്തെ ഒരു സെറ്റപ്പ് കപ്പാസിറ്റീവ് ഒരു ബട്ടൺ 16, 16 Plus, 16 Pro Max 4 ഫോൺസിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബേസിക്കലി ഒരു ക്യാപ്ചർ ബട്ടൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഫോട്ടോസും വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പെസിഫിക് ബട്ടൺ. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കപ്പാസിറ്റീവ് ബട്ടൺ ഉണ്ടല്ലോ, അതിന്റെ മേളിൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ സൂം ഇൻ, സൂം ഔട്ട് അല്ലെങ്കിൽ ഫോക്കസ് മാറ്റാനുള്ള ഫീച്ചർ ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നല്ലൊരു ഫീച്ചർ ആയിരിക്കും, നമുക്ക് നോക്കാം, വരുമ്പോൾ നോക്കാം. പ്ലസ് ഇത്തവണ 2 ടാപ്റ്റിക്സ് എഞ്ചിൻ ഉണ്ടാവും. ടാപ്റ്റിക്സ് എഞ്ചിൻ ബേസിക്കലി ഹാപ്റ്റിക് ഫീഡ്ബാക്കിന് വേണ്ടിയാണ്. നോർമലി ഐഫോൺ 15ലൊക്കെ ഒരെണ്ണമാണുള്ളത്, ഇത്തവണ 2 എണ്ണം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതായത് പിക്സലിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണ് ദി ബെസ്റ്റ്
ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം Pixel 8 Pro ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അമേസിംഗ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇത്തവണ ഈ ഒരു ടാപ്റ്റിക് എഞ്ചിൻ്റെ എണ്ണം കൂട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ iPhone 16 പ്രോയിലും പ്രോ മാക്സിലായിരിക്കും, ഓക്കെ, നോട്ട് ഇൻ നോൺ പ്രോ വേരിയൻറ്റ്. സോ പ്രോയിലും പ്രോ മാക്സിലും ഒരു പക്ഷേ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഐഫോണിൻ്റെ കഴിഞ്ഞ 2 പതിപ്പുകളിൽ ആപ്പിൾ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു, അതായത് നോൺ പ്രോ വേരിയന്റിൽ പഴയ ചിപ്സെറ്റ് ഇട്ട് തരും, എന്നിട്ട് പ്രോ വേരിയന്റ് ആയിരിക്കും പുതിയ, അതായത് ലേറ്റസ്റ്റ് ചിപ്സെറ്റ് വരുന്നത്. ഓക്കെ, എന്നാൽ കഴിഞ്ഞ വർഷം പ്രോ ഫോൺസിൽ A17 പ്രോ ചിപ്സെറ്റ് ആയിരുന്നു, നോൺ പ്രോ ഫോൺസിൽ A16 ആയിരുന്നു. അതായത് പ്രോ ആൻഡ് നോൺ പ്രോ ആ ഒരു വ്യത്യാസം അവർ കൊണ്ടുവന്നു. ഇത്തവണ അതായത് 16 സീരീസിന്റെ നോൺ പ്രോ വേരിയന്റിൽ A18 ചിപ്സെറ്റ് ആയിരിക്കും, പ്രോ വേരിയന്റിൽ A18 പ്രോ ചിപ്സെറ്റ് കാണും. സോ ഇനി അങ്ങോട്ട് എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു ഈ സംഭവം, കാരണം കഴിഞ്ഞ വർഷം A17 പ്രോയും A16 തന്നപ്പോൾ എനിക്ക് തോന്നി ഈ വർഷം എന്തായാലും അവർ ആ സംഭവം ലെവലാക്കും. അതായത് നോൺ പ്രോ വേരിയൻസിൽ A18 ചിപ്സെറ്റും പ്രോ വേരിയൻസിൽ A18 പ്രോ ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു A18 ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷം വന്ന A17 പ്രോ ചിപ്സെറ്റ് ആയിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഇനി അതിന്റെ പേര് മാറ്റി അതിനെ A18 ആക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും. എന്നാൽ AI കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും A18 പ്രോ ആൻഡ് ഈവൻ A18. ഈ രണ്ട്, അതായത് 16, 16 പ്ലസ്, 16 പ്രോ, പ്രോ മാക്സ്, ഈ 4 ഫോൺസിലും AI കേപ്പബിലിറ്റീസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, കാരണം ബാക്കി എല്ലാ കമ്പനികളും AI എന്ന് പറയുന്നുള്ളൂ, പ്രത്യേകിച്ചും സാംസങ്. അതായത് സാംസങ്ങിന്റെ ഗാലക്സി AI ഉണ്ടല്ലോ, അതിനൊരു വെല്ലുവിളിയായിട്ട് ആപ്പിളും അവരുടെ AI കൊണ്ടുവരാൻ പോവാണ്. എന്നാൽ ഒരു മേജർ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മുടെ സാംസങ്ങിന്റെ AI ഇല്ലേ, ഗാലക്സി AI, അതിൽ ചില ഫീച്ചേഴ്സ് ഓൺ ഡിവൈസ് ആണ്, എന്ന് വെച്ചാൽ സെർവർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമില്ല. പക്ഷേ ആ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ജനറേറ്റീവ് AI അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചർ ഒക്കെ, അത് സെർവർ ബേസ്ഡ് ആണ്, എന്ന് വെച്ചാൽ നെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ആപ്പിളിന്റെ iPhone 16 സീരീസിൽ വരാൻ പോകുന്ന AI ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഓൺ ഡിവൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും, നമുക്ക് നെറ്റ് കണക്ഷന്റെ ആവശ്യം ഉണ്ടാവില്ല. സോ അത്രയും കേപ്പബിൾ ആയ ഒരു ചിപ്സെറ്റ് ആയിരിക്കും A18 and A18 Pro എന്നാണ് പറയുന്നത്. വരാൻ പോകുന്ന WWDC ഇവന്റ് ഉണ്ടല്ലോ, അതിൽ ആപ്പിൾ അവർ iOS 18 ലോഞ്ച് ചെയ്യും. അവിടെ മിക്കവാറും ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. iPhone 15 സീരീസിന്റെ ലോഞ്ചിന് ശേഷം ഹീറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ ആയി മാറിയിരുന്നു. അത് നോൺ പ്രോ വേരിയന്റ് ഓക്കെ ആയിരുന്നു, പക്ഷേ പ്രോ ആൻഡ് പ്രോ മാക്സിൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, 1 മാസത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ആപ്പിൾ പുതിയൊരു അപ്ഡേറ്റ് അയച്ചിട്ടാണ് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ സോൾവ് ചെയ്തത്. ഓക്കെ, സോ അവരെന്താ ചെയ്യുന്ന അറിയില്ല, ഒരു പക്ഷേ ത്രോട്ട്ലിംഗ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇനി ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ പോയിരുന്നു. ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഇത്തവണ വരാൻ പോകുന്ന 16 പ്രോയിലും പ്രോ മാക്സിലും ഗ്രഫീൻ ബേസ്ഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ടാവും. അതായത് ഓൾറെഡി ആൻഡ്രോയിഡ് ഫോൺസിലുള്ള ഒരു സംഭവമാണ് ഈ കൂളിംഗ് സിസ്റ്റം. അതേ സെയിം കൂളിംഗ് സിസ്റ്റം ആപ്പിൾ അവരുടെ iPhone 16 പ്രോ സീരീസിൽ കൊണ്ടുവരും. ദാറ്റ് ഈസ് നൈസ്. സോ മൊബൈൽ ഗെയിമേഴ്സിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് ആണ്. നോൺ പ്രോ വേരിയന്റ് ആണെങ്കിലും പ്രോ വേരിയന്റ് ആണെങ്കിലും ക്യാമറകളുടെ എണ്ണം എന്തായാലും ആപ്പിൾ കൂട്ടാൻ പോകുന്നില്ല. സോ 16ലും 16 പ്ലസിലും 2 ക്യാമറ ഉണ്ടാവും, 16 പ്രോയിലും പ്രോ മാക്സിലും 3 ക്യാമറകൾ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ക്യാമറകളിൽ ഇംപ്രൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരും. അത് പ്രോ സീരീസിൽ മാത്രമാണ്. നോൺ പ്രോവിന്റെ ക്യാമറ മിക്കവാറും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഓക്കെ, സോ 16 പ്രോയും പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ മെയിൻ സെൻസറിന്റെ സൈസ് 12% കൂട്ടും. അതിനോടൊപ്പം തന്നെ പ്രോയിലും പ്രോ മാക്സിലുള്ള അൾട്രാവൈഡ് ക്യാമറ 48 മെഗാ പിക്സൽ ആക്കും. നമ്മുടെ ആക്ഷൻ ക്യാമില്ല, ആക്ഷൻ ക്യാം മെയിൻലി അത് ആക്ച്വലി ബാക്കി ക്യാമറകളുടെ കൂടെ വർക്ക് ആവും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് അൾട്രാവൈഡ് ക്യാമറയുടെ കൂടെയാണ്. സോ ആക്ഷൻ ക്യാം വീഡിയോസ് എടുക്കുന്നവർക്കും നല്ലൊരു ന്യൂസ് തന്നെയാണ്, കാരണം കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി വീഡിയോസ് അവർക്ക് അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ പ്രോയിലുള്ള 3x ഉണ്ടല്ലോ, അറിയാലോ, കഴിഞ്ഞ വർഷം പ്രോയിൽ 3xും പിന്നെ നമ്മുടെ പ്രോ മാക്സിൽ 5x ആണ് വന്നത്. സോ പ്രോയിലുള്ള 3x ടെലിഫോട്ടോ ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, അത് 77 mm നിന്ന് 120 mm മാറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രോ മാക്സിലുള്ള ടെലിഫോട്ടോ ഉണ്ടല്ലോ, അതിന് ടെലിഫോട്ടോ അല്ല, അത് സൂപ്പർ ടെലിഫോട്ടോ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 120 mm നിന്ന് 300 mm മാറ്റും. തീർച്ചയായിട്ടും സാംസങ്ങിന് ഒരു വെല്ലുവിളിയായിരിക്കും. അതായത് ഇത്രയും ഒരു 300 mm ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര നമ്മുടെ ഒരു ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്റ്റിലേക്ക് നമുക്ക് നല്ലോണം ഫോക്കസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്ലിയർ ഫോട്ടോസ് ആയിരിക്കും കിട്ടുന്നത്. iPhone 16 and 16 പ്ലസിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിന്റെ സൈസിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേ ആയിരിക്കും. ഒരു പക്ഷേ ബെസൽസ് ഉണ്ടല്ലോ, അത് പൊടിക്കും കൂടി കുറച്ചും കൂടി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഡിസ്പ്ലേ സൈസിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാൽ 16 പ്രോയുടെയും പ്രോ മാക്സിന്റെ ഡിസ്പ്ലേ സൈസ് കൂടാൻ പോവുകയാണ്. 16 പ്രോ 6.1 ഇഞ്ചിൽ നിന്ന് ഇനി 6.3 ഇഞ്ചിലേക്ക് മാറും. 16 പ്രോ മാക്സ് 6.7 ഇഞ്ചിൽ നിന്ന് 6.9 ഇഞ്ച്, അതായത് നമ്മുടെ S24 അൾട്രനേക്കാളും വലിയ ഡിസ്പ്ലേ. ഇതിൽ 6.8 ആണ്,
6.9. അയ്യോ, എല്ലാം ഇപ്പോൾ ടാബ്ലറ്റായി മാറി. അത് മാത്രമല്ല, സൈസിലുള്ള മാറ്റം മാത്രമല്ല, ഈവൻ ആ ഒരു OLED ടെക്നോളജി ഉണ്ടല്ലോ, പ്രോയിലും പ്രോ മാക്സിലുള്ള OLED ഡിസ്പ്ലേ, അതിൻ്റെ OLED ടെക്നോളജിയിലും ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ചും കൂടി ബ്രൈറ്റർ ഡിസ്പ്ലേ, കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും എന്നാണ് ലീക്സ് പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും റിഫ്രഷ് റേറ്റ്. അതായത് നോൺ പ്രോ വേരിയൻസിൽ റിഫ്രഷ് റേറ്റ് കൂടുമോ അറിയില്ല, അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അതായത് 60 Hz ആണ് എന്നും പറയാൻ പറ്റൂല, എന്നാൽ 120 Hz ആണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. വി ഡോണ്ട് നോ. ഐ ഡോണ്ട് തിങ്ക് 120 Hz തരുമെന്ന്. പക്ഷെ തരികയാണെങ്കിൽ അതൊരു നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രേക്ക് ഡൗൺ ആവും. കാരണം ആപ്പിൾ ഫാൻസ് നോക്കിയിരിക്കുകയാണ് ആൻഡ്രോയിഡ് ഫാൻസിന് കൊടുക്കാൻ വേണ്ടി. കാരണം ആൻഡ്രോയിഡ് ഫാൻസ് അതാണല്ലോ 60 Hz, ഇപ്പോഴും 60 Hz എന്ന് പറഞ്ഞ് നടക്കും, അങ്ങനെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. ചിലപ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാക്ടിക് ആവാം. ബാറ്ററി സൈസ് ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഈ 3%, 5% വെച്ച് ബാറ്ററി സൈസ് കൂടാൻ പോവുകയാണ്. ഞാൻ എക്സാക്ട് ഡീറ്റെയിൽസ് പറയുന്നില്ല, ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം, കാണാം. എന്നാൽ ഒരു കാര്യം എടുത്ത് പറയണം, 16+ ഉണ്ടല്ലോ, 16+ൻ്റെ ബാറ്ററി സൈസ് ആപ്പിൾ കുറയ്ക്കാൻ പോവുകയാണ്. ആപ്പിളിനോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, എന്തിന്? കാരണം ഈ പ്ലസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ബാറ്ററിയാണ്. ആരെങ്കിലും ചോദിച്ചാൽ, അതായത് ബ്രോ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണം, കിടിലൻ ബാറ്ററി ആയിരിക്കണം, പ്ലസ് വേരിയൻ്റ് എടുത്തോളൂ. കാരണം ബാറ്ററി കിങ്, ബാറ്ററി മോൺസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റും. ഇനി ആ ബാറ്ററി സംഭവം ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, കയറി സൂപ്പർ പവർ പോലെ ആവുന്നതുകൊണ്ടാണോ, അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കുറച്ചാലും അങ്ങനെ ബാറ്ററി മോശമൊന്നും ആവില്ല, പക്ഷേ ആ ഒരു കിടിലൻ ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും കിട്ടൂല. അതായത് 15+ ഉള്ള ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഫോൺ ലോഞ്ച് ആയതിനു ശേഷം മാത്രമേ എക്സാക്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് പ്രോയിലും പ്രോ മാക്സിലും 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുമെന്ന് പറയുന്നുണ്ട്. ഫൈനലി. ഞാൻ ചിരിക്കാനുള്ള കാരണം, ആപ്പിൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ലീക്സ് ഒക്കെ വരും, എന്നിട്ട് കുതിപ്പിച്ച് കടന്നു കളയും. സോ ഇത്തവണ അങ്ങനെയാണോ എന്നറിയില്ല. ഈവൻ മാക്സേഫിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, അതിൻ്റെ വോട്ടേജും കൂടും. അതായത് 15 വാട്ട് 20 വാട്ട് ആവും. എക്സൈറ്റിംഗ്. അതായത് ഫാസ്റ്റ് ചാർജിങ് വരികയാണെങ്കിൽ ഇറ്റ്സ് നൈസ് ആക്ച്വലി. പിന്നെ ലോഞ്ച് അറിയാമല്ലോ, സെപ്റ്റംബർ 1st അല്ലെങ്കിൽ 2nd വീക്ക് ആയിരിക്കും ലോഞ്ച്. പ്രൈസിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ 16 ഉണ്ടല്ലോ, ബേസ് വേരിയൻറ്റ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു പക്ഷേ 80,000 രൂപ ആയിരിക്കും. 16+ൻ്റെ 90,000 രൂപ, 16 പ്രോയുടെ 1,35,000, 16 പ്രോ മാക്സിൻ്റെ പ്രൈസ് ആയിരിക്കും മിക്കവാറും 1,60,000 രൂപ. ഇത് ഇന്ത്യൻ പ്രൈസിംഗ് ആണ്. തീർച്ചയായിട്ടും ഗ്ലോബലി ഇത്രയും റേറ്റ് ഒന്നും വരില്ല. സോ ഞാൻ എപ്പോഴും പറയാവുന്ന കാര്യമാണ്, നിങ്ങൾ അത് ഇറങ്ങി ഉടനെ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി വരുമ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.